കണ്ടോളിയേ ആ പോരുന്നില്ല ചക്ക ഇജും കൂടി വലിയ ആ കത്തിഞ്ഞാൽ കേറി കത്തി ഓടിക്കേ എന്താ പറയുമ്പോ എല്ലാ മൂലക്കൊക്കെ വെച്ചാലേ എല്ലാ മൂലക്കൊക്കെ പോവല്ലേ അതിപ്പോ ഞാൻ എന്തായാലും മുറിഞ്ഞില്ല ഇനിയിപ്പോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി ഗൈസ് നമുക്ക് സ്വൈര്യമല്ല. ആ പാപ്പാൻ്റെ അവിടെ ചക്ക ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉമ്മാൻ്റെ അനിയൻ്റെ അവിടെ, പക്ഷേ നമുക്ക് ഗൈസ് ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് എല്ലാവരും ഇവിടെ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് ആ പാപ്പാൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇവനക്ക് വേറെ ഷർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഷർട്ടൊക്കെയാണ് ഗൈസ് ഇടിപ്പിച്ചത്. അങ്ങനെ പറയല്ലേടാ, അതിനെ കുറവാക്കല്ലേടാ. എന്ത് കുറവ് ഗൈസ്, ഇവന് മടിയാട്ടോ. കാണിച്ചു കൊടുത്താ ഇമ്മ വീട്ടി ഓ നടന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്താ പറയാനുള്ളത്? പെണ്ണുങ്ങളെ വായിക്കണ്ട ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അനുവിനും ഇഷ്ടപ്പെട്ടില്ലേ ഗൈസ്? നല്ല രസമുണ്ട്. ആ ഞാൻ ഒന്ന് ഇത് കാണിച്ചു കൊടുത്താ, ടോട്ടൽ വലിപ്പം കാണിച്ചു കൊടുത്താ, ടോട്ടൽ വലിപ്പം കാണിച്ചു കൊടുക്കേ. ഇതാ രസം. ഇല്ല ഇതാ രസം, ഇത് രസമുണ്ട്. എന്നാ കഴിച്ച നമ്മളിവിടെ നേരെ ഇട്ടാ വരുന്നുണ്ട്. എന്നാ അമ്മ നമ്മൾ എങ്ങോട്ടാ പോണത്? എന്തിനാ നമ്മള് പോണത്? ചക്ക ഉണ്ട് എന്ന് പറഞ്ഞു, പോയി നോക്കാം. ചക്ക മരത്തുമ്മലാണ് ഉണ്ട് പറഞ്ഞത്. ഇനി മരത്തുമ്മ കേട്ട് വേണം ചക്ക നമുക്ക് പറിച്ചാൻ വേണ്ടിട്ട്. എന്നാ ബാടാ, ആ ഇൻഷേഡ് ചെയ്യണ്ട. ഞാൻ പറയും ഇൻഷേഡ് ചെയ്യണ്ട, അങ്ങനെ വെച്ചോ. അതാണ് അതിന്റെ രസം വരുന്നത്. അപ്പൊ ആ പീടിയെന്ന് ഇറങ്ങിട്ടേ എന്താ മുട്ടായി എന്തെങ്കിലും വാങ്ങിക്കാം കുട്ടി. എന്നെപ്പം നിർത്തിയത് എന്റെ പേര്. അല്ല ഇന്ന് മദ്രസ പോന്നി വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? കരാട്ട പഠിച്ചിട്ടേ മദ്രസക്ക് പോകാൻ വേണ്ടി രാവിലെ അപ്പൊ പറയാ എന്താടാ കരാട്ട പഠിച്ചിട്ടേ അറിഞ്ഞോട്. പിന്നെ മഴയും പെയ്തു. മദ്രസക്ക് ഇന്ന് പോയിട്ടില്ല. അപ്പൊ താത്ത വേഗം വിളിച്ച് പറഞ്ഞു ഓനെ ഇങ്ങോട്ട് തന്നെ ആക്കി തന്നല്ല, അല്ലെങ്കിൽ ഓൻ മദ്രസക്ക് പോകില്ലാന്ന്. അപ്പൊ ഓനെ ഇന്നാക്കണുണ്ടോ ഓനെ? വൈകുന്നേരം കൊണ്ടാക്കി കൊടുക്കും നിങ്ങള്? അതിനറിയില്ല. 2 മാസം പൂട്ട് പോകുമ്പോ തന്നെ നിക്കണേ. ഓനോ എന്റെ അമ്മായി. പിന്നെ വേറൊരു കാര്യം, നമ്മളെ മെമ്പറെ അവിടെ ഉള്ളിലുണ്ട് കേട്ടോ. ഉള്ളിൽ കഴിച്ച് നമ്മൾ സേഫ്റ്റി ആക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മളെ അണ്ണാൻകുട്ടിക്ക് ഒരു പേര് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു പേര് ഇടണം. ലിമു തത്തമ്മന്റെ പേരല്ലേ, തത്തമ്മക്ക് ഇടാ രസിക്കണി. എന്നാ വണ്ടി എടുക്ക്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇനി നേരെ ആ പാപ്പാൻ്റെ അവിടെ പോയോക്കട്ടെ, കുഞ്ഞുമാങ്കാക്കാൻ്റെ അവിടെ പോയോക്കട്ടെ. ജംഷിക്കാക്ക അവിടെ അല്ലല്ലോടാ? ജംഷിക്കാക്ക കടയിൽ പോയിക്കണേ. അപ്പോൾ അവിടെ അവിടെ പെരീക്ക് വിളിച്ച് പറഞ്ഞാണ്. ഇനി അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ കുട്ടികളെ ചിലപ്പോൾ ട്രൗസറൊക്കെ കൂടിയാണ് ഇങ്ങനെ കയറും കുത്തിരിക്കണേ. അപ്പോൾ വിളിച്ച് പറഞ്ഞു ഡ്രസ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടാണ്ട് വെക്കാൻ പറഞ്ഞില്ല അമ്മ. എന്നാ നീ കയറ്. ഇവിടെ അടുത്ത് തന്നെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ട് പോയോ കിടന്നത്. അവിടെ ചെന്നിട്ട് മരത്തമ്മ കയറിയിട്ടാണ് ചക്ക പറിച്ചാൽ മോണ്ടൻ കയറുന്ന പറഞ്ഞത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും പോണേ. ഞാൻ ജിമ്മിന് പോകണോണ്ട് എനിക്ക് വയ്ക്കൂല, എനിക്ക് അലമേലും കൈ വേനുണ്ട്. പിന്നെ ആ മട്ടത്തിൽ നോക്കാം എന്തായാലും കേസ് നമുക്ക് പോയോക്കാം. ഇനി നേരെ അമ്മ പോവാ. നമ്മൾ ചക്ക പറിച്ചാൻ പോവാ. ഗൈസ് നമ്മളെ കുഞ്ഞുമങ്കാക്കാൻ്റെ പെരിയിലെത്തി. വന്നപ്പോൾ തന്നെ ഒരാൾ അങ്ങോട്ട് മണ്ടിക്കണം. ഇവിടെ വാ കുറവാട്ടിക്കല്ലോ വണ്ടി. അത്രയും നേരം പുറത്താ. നീ അവിടെ കണ്ടപ്പോ ഒറ്റ മണ്ടല്ലേ അമ്മ പേര്. ഓ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിരേ. ഓ എന്താ വർത്താനോ? സലാം അലൈക്കും. സുഖല്ലേ? ഇതാക്കണേ ഇവിടെ ആക്കണേ. ഒരുത്തനാക്കണേ ഇവിടെ. കേറി ഉള്ളിൽ കേറി മോണ്ട ഉള്ളിൽ കേറി. വെക്കേഷൻ ടൈം അല്ലേ? ആ അതാക്കിയാലോ ചെറിയ ഉള്ളിച്ച തോന്നുന്നു. ഞങ്ങള് കഴിച്ച് 2-3 ദിവസം മുമ്പേ വരാൻ വിചാരിച്ചേ, പക്ഷെ അന്ന് വരാൻ വന്നപ്പോ പെയിന്റ് പണി പറഞ്ഞു. അപ്പൊ പിന്നെ ഇതിന്റെ അടിയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ മേത്തും പെയിന്റ് ആവും. ഗൈസ് നമ്മളെ പ്ലാനിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാ ചക്കമരം പറഞ്ഞിട്ട് ഇതുമ്പോ ഒരു ചക്ക പോലില്ലല്ലോ. ആ ഉണ്ട്, അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം കണ്ടേ ഇപ്പുറത്തെ ഒരു ചെറുത് കണ്ടേ ജി, അതാ ഞാൻ ആദ്യം കണ്ടേ അയൽ എന്റെ മറവിൽ കൂടെ. അതല്ല തോന്നണേ. എവിടെ ചക്ക? എവിടെ? അപ്പുറത്തെ ഭാഗ്യം. ഞങ്ങൾ ഈ ചെറുതുണ്ടപ്പോ ഞങ്ങൾ ടെൻഷനായി. എങ്ങനെ കേറേണ്ടിന്നൊരു പുടുത്തല്ലോ ഗൈസ്. ആടാ നോക്കിയാ ഇതാണ് ചക്ക. ഒന്നാക്കണ അവിടെ മോളിൽ തന്നെ എന്നാണ് പൊട്ടിക്കണ. മോളുണ്ട്.
എങ്ങനെ കേറാ മൂത്ത വണ്ടി ഇവനെ കയറ്റിയല്ലേ നമുക്ക് കിട്ടിയാ മതി. കേട്ടോ വണ്ടിയാ ഞാനോ ഇനി എനിക്ക് മേലും കൈയൊക്കെ വേനയാണ് മോണ്ടണ്ടേ മോണ്ടൻ കേറും തോട്ടി ഉണ്ടടാ തോട്ടി ഉണ്ടോ എവിടെ ആ അത് മതി ആ ഫുൾ സെറ്റപ്പ് ഉണ്ട് പിന്നെന്താ ജാതി വെയിറ്റ് ആണല്ലോ എവിടെ ഓ ഇവാ റിതോ വാ ചെക്കന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ് അല്ലേ മോണ്ടനെ കണ്ടിട്ട് എന്താ തോന്നണേ ഇല്ല സത്യം ഇത് നല്ല രസമുണ്ട് ഞാൻ പറയുമ്പോ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇതാക്കിക്കോ അല്ല മമ്മ ഇതിലേതാ മൂത്ത ചെക്കെന്ന് മമ്മക്ക് കണ്ടറിയോ മൂത്താണ് പൊട്ടിയ മൂത്താന്ന് വെച്ചോ കാരണം അല്ല പൊട്ടൂലല്ലോ ഇത് താഴത്തേക്ക് മൂത്ത് ഏത് ഇതോ ചെറുതോ ഇതോ ആ ചെറുതീനെ അപ്പുറത്തെ കുറച്ച് വലിപ്പല്ലേ എവിടേക്ക് ചെരിഞ്ഞു പോണേ ഈ ചെറുതൊക്കെ ഇത് മൂത്തതാണ് ആണോ എന്താണ് വരാത്തെ ഞാൻ പൊട്ടിച്ചറിഞ്ഞിട്ട് ആ ഒന്ന് എന്നാ ഈ മോളത്തെ ആ പൊട്ടിയത് വെയ്ക്കോ ലിഗ്മെന്റ് ഇല്ലാത്ത ആളാണ് ഞാൻ എന്നിട്ടോ തലയിക്കടരുത് ഇമ്മ തല എന്തില്ല തരി ഓക്കെ നിങ്ങൾക്ക് തോട്ടി കൊണ്ടിടാൻ കഴിയൂല ഞാനേ ഇവിടുന്ന് പിടിച്ചോണ്ട് ഇതാക്കി നോക്കട്ടെ മമ്മ എന്നിട്ടാലോ ആ ഇങ്ങോട്ട് മാറിക്കുഞ്ഞ് ഇങ്ങോട്ട് എടുക്ക് തോട്ടി വലിച്ചു ആ തോട്ടിന്റെ കൊക്ക ഇങ്ങോട്ട് വന്നാലോ അതാ ചക്കാണ് അല്ലേ അത് കുടുങ്ങി ഇല്ലടാ ഓനക്ക് ചക്ക പറിച്ചാ അറിയില്ല ഞാൻ പറിച്ചേണ്ടി വരും നോക്കോ ഒന്നും കൂടി ഇങ്ങോട്ട് കണ്ടിയടാ വേലങ്ങിന് ആ തണ്ട് കിട്ടില്ല അതിന്റെ അടിയിലായിട്ട് ഇങ്ങോട്ടേക്ക് ചക്ക പൊളിയണുള്ളൂ നെട്ടി കേട്ടിട്ടില്ല അത് നെട്ടി കാണില്ലേ നെട്ടി കാണാൻ ബുദ്ധിമുട്ടാണ് ഈ തോട്ടിക്ക് പോലെ കാനാണ് പിന്നെന്താ വിചാരിച്ചേ ചേട്ടൻ ഉണ്ടല്ലേ ചക്കക്ക് ഇന്ത്യക്കാളും വിലോ ഇങ്ങോട്ട് ഇറങ്ങി മൂത്തോട്ടി പോകും പിടിച്ചാ ഒന്ന് വലിച്ചാ കഴിച്ച് കണ്ടോളിയേ ആ പോരുന്നില്ല ചക്ക ഇതും കൂടി വലിയ ആ കത്തി ഞാൻ കേറി കത്തി ഓടിക്കേ എന്താ കുത്തിയ ഒലക്ക കിട്ടും അവിടെ നല്ല ടീമാ ഞാൻ തൊള്ള കേട്ടപ്പോ ഞാൻ കരുതി 100 ആയിക്കാരെന്ന് മാർക്ക് കണ്ണൊക്കെ കരണ്ടിയാടി നോക്കട്ടെ അതല്ലേ ആ തോട്ടി കട്ടയച്ചാ ഈ തോട്ടി എത്തൂലേ കുഞ്ഞുമക്കൊക്കെ കാണണ്ടത് എടാ ഈ തോട്ടി ഒറ്റക്ക് എത്തുമോ നോക്കാം ഇത്രയും ഇവിടെ കുത്തിയിട്ട് ഉമ്മക്ക് മനസ്സിലായില്ല ഇത് എത്തൂലെന്ന് അതുകൊണ്ട് 2 അയച്ചു കൂട്ടിക്കണേ കുത്തി നോക്കിടാ ഇല്ല പറ്റൂല അല്ലെങ്കിൽ കേറേണ്ടി വരും അവിടെ വെയ്ക്കൂലടാ കോണിന്റെ കേറാ കുറച്ചിക്കണേ എടാ തേങ്ങ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അതിന്റെ കത്തിയും കിട്ടണം തേങ്ങ അല്ല ചക്ക ആ അത് കേടെടുത്തി ഈ കത്തി ആരെടുക്കുക കത്തി എങ്ങനെ പെടുത്തിയ കത്തിയും കിട്ടി ഇതാണ് നമ്മളെ ചക്ക മൂത്തിക്കാണോ പഴുത്തുക്കണോ മണത്തോക്കിയാ ആണോ എടാ നമ്മള് ഒരുത്തനെ കൊണ്ടുവന്നീനല്ലോ ആണോ എടാ ഇതാണ് പേരന്റെ ബാക്ക് അറിയോ ഇനി ഏതാ ബാക്ക് പൈത്തിട്ടില്ല പച്ചനെ ബാ ചക്കട്ടി കിട്ടുകയാണെങ്കിൽ ചക്കാപ്പാ കൊടുക്കണേ ആണോ
അത് മതി. പറയുമ്പോ എല്ലാ മൂലക്കൊക്കെ വെച്ചാലേ ആ തന്നെ അത് കിട്ടൂലെങ്കിൽ ഇത് മതി. എല്ലാ മൂലക്കൊക്കെ പോവല്ലേ. അതിപ്പോ ഞാൻ എന്തായാലും മുറിഞ്ഞില്ല. ഇനിയിപ്പോ അവിടെ മാത്രമേ മുറിഞ്ഞുള്ളൂ, ബാക്കിയും മുറിഞ്ഞു. ഭാഗ്യത്തിന് അവിടെ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, പിന്നെ ഒരു കുഴപ്പമില്ല. അത്രയല്ലേ മുറിഞ്ഞിട്ടുള്ളൂ. ആ അല്ലമ്മ അതിന് വളഞ്ഞാതാക്കാൻ വേണ്ടി ഇത് വേണ്ടേ? പഞ്ഞി തുറക്കട്ടെ. അതല്ലേ വണ്ടിയിൽ വെക്കുമ്പോ വണ്ടിന്റെ അതുമാവൂലേ ചക്കച്ചോള? ചോളല്ല ചാക്ക്, ചക്കച്ചോളല്ലേ വളഞ്ഞി ചാക്കിലൊക്കെ. അല്ല ഞങ്ങൾക്കാണോ തേങ്ങ അത് ഉമ്മക്കാണ് തേങ്ങ? നമുക്ക് എല്ലാവർക്കും ചക്ക. ഞങ്ങളുണ്ടാവും ഞാൻ തന്നെ എടുക്കണ. അത് നല്ല നേര് അല്ലേ. ഒന്ന് ആപ്പാപ്പാൻ്റെ അടുക്ക് എടുത്തല്ലേ? ടോട്ടൽ കേസ് നമ്മള് 3 ചക്ക ഇട്ടിക്കണേ. അതായത് ഒന്ന് ആപ്പാപ്പാൻ്റെ അടുക്കും 2 നമുക്കും. തന്നെ വന്ന് കണ്ട് കൂത്ത് പോയ പോരെ. എന്തിനാ നമ്മള് നേരെ പോണു ആപ്പാപ്പൻ്റെ അടുക്ക്? ഗൈസ് ആ കാണുന്ന തോട്ടം കണ്ടോ? ആ തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പാപ്പൻ്റെ പേര്, ടവറിന്റെ കുറച്ചപ്പുറത്ത് ആപ്പാപ്പാൻ്റെ പേരാണ്. എടാ പൊട്ട പച്ചവെള്ളത്തിലിട്ട് കെയ്യിട്ട് അതിന്റെ വളഞ്ഞു പോവില്ല. അവിടെ ചോദിച്ചിട്ട് പെട്രോൾ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ? നമ്മളെ സ്വന്തം ആൾക്കാരാ? ചോദിച്ചോ. ചാക്കണ്ട ഒരു കേസ് നമ്മൾ കുറച്ച് നേരത്തെ നമ്മളെ പെരിക്കുന്നു. ചായ മാത്രമേ ഉള്ളൂ, കലക്കുമ്പോഴല്ല ചായ മതി. ഞാൻ വെറുതെ പറഞ്ഞ എന്നാ അമ്മായി വരി കേറിക്കോളി. മമ്മ സ്വന്തം പേര് വിചാരിച്ച് കേറിക്കോളി. സ്വന്തം പേര് തന്നെയല്ലേ ഇപ്പൊ എന്റെ കുട്ടികളെ പേര്. സെറ്റപ്പും കാട്ടിയിട്ടില്ലല്ലോ. പണ്ടത്തെ മൈന പെയിന്റ് മാത്രം അടിച്ചൂലേ ഞങ്ങള്? പെയിന്റ് മാത്രം ഇവിടെയൊക്കെ ഇതാക്കിയല്ലോ. ഇതൊക്കെ ഇതൊന്നും ആയിരിക്കില്ല. ഇനി ഇതൊക്കെ വലിയ ഉണ്ടാക്കിയല്ലേ. അതാണല്ലേ, സോറി. ഇന്നിപ്പോ പറയാനാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് ആദ്യമുള്ള ടൈലല്ലേ? ഇവിടെ ആദ്യമുള്ള ടൈലല്ല. റൂമിലൊന്നുമില്ലേ? എന്നാ എടുത്തോ ഏറ്റിക്കോളി. ഇതിന് വണ്ടിയാക്കല്ലേ? ഇത് ഏതമ്മ നമ്മളെ വരിക്ക്? ഏതമ്മ അടിയത്ത് ഇത് ചെറുതാ പാപ്പാക്കോ. ഓക്കെ ഇതും ഞമ്മക്ക് എന്നാ ഏറ്റിക്കോളി. ഇത് വണ്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതില് വളഞ്ഞു പോണില്ലെങ്കിൽ കുഴപ്പമില്ല. വളഞ്ഞൊന്നും പോണില്ല. ആ ചതഞ്ഞിക്കണേ. ഇതിങ്ങനെ ചാക്കി ഇങ്ങനെ വെച്ചിട്ട് വെക്കാൻ പറ്റുമോ? അമ്മയെ ചാക്ക് വേണ്ട വേണോ? ചാക്കൊന്നും വേണ്ട, കൊണ്ടേക്ക് എന്റെ എന്തേ മറന്നിക്കണോ? ഇല്ലല്ലോ. എന്നാ അത് എടുക്കുക, അത് എടുത്താണി. ഞങ്ങള് വിട്ടുന്നു. അസ്സലാമലൈക്കും. എന്നാ ഞാൻ മാങ്ങ കുടിച്ചാ. ഇത് പോരുന്നുണ്ട് ഇപ്പൊ ഒരു പേര് ഇരുന്ന് ബാ. ഞങ്ങള് പോയി. മമ്മ പോയില്ലെന്നാ? അല്ല ഈ ചക്ക പിടിച്ചിന്നാണ്. രണ്ട് തളച്ചേറെ എഴുതിച്ചാണ് ഒരു എങ്ങനെ? രണ്ട് തളച്ചേറെ എഴുതിട്ട് ഒരു മാസം സമ്മതിച്ചു. പിന്നല്ല വൈകിട്ടൊക്കെ അതാ ബുക്കണ്. നിലത്തിട്ട ചക്ക ബുഡ് അവിടുന്ന് അതിന്റെ എടുത്ത് കൊടുത്തു. ഇതെവിടെ വെക്കുക? ഇതുമേ പണ്ട് ചാമ്പക്ക എന്തോണ്ടേ ഇല്ലേ? അത് കഴിഞ്ഞോ? ഇത് ജീത് കൊണ്ടുവന്നാലോ? ജീത് കൊണ്ടുപോയിമേ ഫ്രണ്ടിൽ വെച്ചിട്ടോ എന്ത് ചെയ്യാം? അത് കെട്ടണ്ടേ? കിട്ടും. ചാമ്പക്കല്ല വേറൊരു സാധനം അല്ലേ? ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ. നേരെ ഞാൻ പപ്പാനോട് പോയിട്ട് അവിടെ ചക്ക കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ നമുക്ക് പെരി പോകാൻ. നമ്മള് അടിയിൽ വെക്കുക. അത് ഒറ്റച്ചക്കല്ലേ ഉള്ളൂ. അതില്ലേ നിക്കൂല, നേരെ നിക്കൂല മമ്മ. ഇത് വന്നാൽ ചക്ക എടുത്തോണ്ട് കൂട്ടാൻ വെക്കാന്. ചക്ക തീക്കൊല്ലത്ത് ചക്ക തിന്നിട്ടില്ലല്ലോ. അങ്ങനെ ഗൈസ് നമ്മൾ പെരിയിലെത്തിരിക്കുകയാണ്. ആപ്പാപ്പാക്ക് ചക്ക കൊടുത്തു, അതേപോലെ തന്നെ ഇവന്റെ ഉമ്മച്ചിക്ക് ചക്ക കൊടുത്തു. ഇവിടെ എത്തിയപ്പോ ഗൈസ് പൗതി എത്ര ചക്ക ഉണ്ട്? ഇപ്പോൾ ഇവിടെ എത്തിയപ്പോ 1.5 ചക്ക ഉണ്ട് ഗൈസ്. ഒരു കുട്ടി ചക്കയും പിന്നെ ഒരു വലിയ ചക്കന്റെ പൗതി. അപ്പൊ ഗൈസ് ചക്ക നമ്മൾ മുറ്റത്ത് വെച്ചിക്കാണ്. ചക്ക വന്നിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം ഗൈസ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ. മമ്മ നടന്നോളി. ഇത് ആദ്യമായിട്ടാണ് ചക്ക കൂട്ടാൻ തിന്നണേ. അവൻ കൊറേ മാറ്റി വെക്കുന്നുണ്ട്. ഇഷ്ടല്ലാന്നോ? പിന്നെ എന്താണ് ഇവിടുന്ന് പൊറുക്കി മാറ്റി തിന്നല്ലേ? ചക്കല് തിന്നേ. എടാ ഈ ചക്ക തന്നെയാണ് ചക്ക കൂട്ടാനി. അത് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മുറിന്റെ കേട്ട് ഇത് മറ്റേ ചക്ക പൊരിച്ചാണ് കൂട്ടാണ്ടാക്കണോ? എന്ത് അതിനെ കൂട്ടാൻ ഇഷ്ടല്ല. പിന്നെ ആർക്കും വേണ്ടിട്ട് ഇവിടെ ഉണ്ടാക്കണേ? ഞാൻ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാന്നാ. ടേസ്റ്റ് എല്ലാം തിന്നണം. എടുക്ക് എന്നാ ഈ ചെറുത് എടുത്തോ, ഈ ചെറുത് എടുത്തോ. വളഞ്ഞ മേത്താവും നോക്കും. മേത്തൊട്ടിച്ചാൽ എടുക്കണം. എന്നാ കൊണ്ടുവരും. ഇതാണ് നമ്മളെ ചക്ക. ഉള്ളിന്ന് കാട്ടി കൊടുക്കാൻ നമുക്ക്. ഇത് മേത്തൊട്ടിച്ചാലോ. എടോ കുഞ്ഞ്, ഇതാണ് ഞമ്മൾ അപ്പത്തിന് ഉറുമ്പും കറിയുമേ. ഉറുമ്പോട് വെക്കാൻ ടൈമില്ലല്ലോ. ഒരു ഫുൾ ചക്കയുണ്ട്, പിന്നെ അതേമാതിരി ഒരു ഹാഫ് മുറിയൻ ചക്കയുണ്ട് അല്ലേ? മമ്മ ഇരിക്കും, മമ്മ മുറിച്ച് ഞാൻ വെട്ടിയപ്പോ മുറിയില്ല കുഞ്ഞ്. അങ്ങോട്ടൊക്കെ വെട്ടിക്കാം. ഉമ്മമാന്റെ അടുത്തേക്ക് അജിനല്ലേ പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വെട്ടി അങ്ങോട്ട് വെട്ടി നോക്കട്ടെ. വെട്ടാറില്ലോ എന്നാ മാറുന്നോ? മാറിക്കോട്ടോ.
ഇനി ബാക്കി നിങ്ങൾ ചെയ്തോളി. അതെ ഇതാണ് ഇപ്പം ഞാനിങ്ങനില്ല ആണുങ്ങളില്ലാത്തി. അകത്തുനിന്ന് ഇതാക്കിയോണ്ടാ വൗക്കണുണ്ട്. അതിന് ഉള്ളിക്ക് ഇതാക്കി അങ്ങനെ കയറിയാ മതിയല്ല. അമ്മമാർക്ക് അറിയാതെ അയ്യോ കേട്ടോ മമ്മ കൈയിട്ടാണ് എൻ്റെ മൂത്തയൊക്കെ തന്നെയാണ്. അല്ലേ ആണോ? എന്നാ പൊളിച്ചോട് തുടങ്ങിക്കോളിന്നാ, ഞങ്ങൾക്ക് ഇതിന്റെ പണി അറിയില്ല. 4-5 കണ്ടാക്കുക എന്നിട്ട് അയിമന്ന് ചെറുകള് കുറച്ചല്ലേ. എടാ അയിമ പൊട്ടാക്കണാര അയിമ കൂടെ കൈ ഇഞ്ചി തേമ്പിട്ട് വളഞ്ഞു പോകൂല എന്റെ കൈമന്ന്. കൈ ചുട്ടിട്ട് നിക്കാൻ വെച്ചോ. മഴ ഇന്നലെ പറയുമ്പോ ഇന്ന് രാവിലെയും പെയ്തിക്കണം, ഇന്നലെ രാത്രിയും പെയ്തിക്കണം. പക്ഷെ നല്ല ചൂടുമ്പോ കേട്ടോ. എന്താണ് അവ ഇങ്ങനെ വായിച്ചത്? കുറച്ചേരല്ലേ പെയ്തിട്ടുള്ളൂ, എനിക്ക് തോന്നണ അതാണെന്നാ. വളഞ്ഞേക്കും മമ്മ. അല്ല അയിമത്തൊക്കെ ഒന്ന് തോണ്ടി തിന്നിക്കണ വളഞ്ഞി. ഇത് ഇവിടെ പിടിച്ച് അടുപ്പ് കിട്ടാം. പ്ലാസ്റ്റിക്കാണ് അടുപ്പ് കിടല്ലേ. അരൂര് വെക്ക്. ആ പാട്ടാണ് പാട്ടം ഇട്ടത് ഇങ്ങോട്ട് ഇട്ടോ അടുപ്പ് കിട്ടുകണേ. ഇല്ല നീ ചോഞ്ഞ അടുപ്പ് കിടലടമ്മ. നീ ചോട്ടറിയില്ലോ. പ്ലാസ്റ്റിക് അടുപ്പ് നജി കേട്ടിരുന്നോ? കേട്ടിരുന്നോ? ആ എന്നാ അവിടെ ഇരുന്നോ. കത്തിന്റെ ചോട്ടി ഇരിക്കാൻ നിൽക്കണ്ട. യെസ്. അവിടെ നീച്ചിന്റെ പാട ഇങ്ങോട്ടാണ് മാറി. ഉമ്മ ഇടതേ കൈയാണ്, എന്റെ കാല് പോവും. വെട്ടി മുറിച്ചിടൊക്കെ എന്താ വളക്കം വന്നല്ലേ. ഇങ്ങോട്ട് നിന്നാ എനിക്ക് കയ്യുമ വളഞ്ഞാക്കാൻ വെച്ചാ അരി എനിക്ക്. അത് ശരി. അപ്പൊ എന്റെ കയ്യുമ്മ ആയിക്കോട്ടെ എന്നോ. കൊള്ളാലോ ഗൈസ്. ഈ ചക്ക എടുക്കണതിനൊക്കെ ഒരു പ്രത്യേക തരം രീതി ഉണ്ട്. അതെന്താന്ന് നമുക്ക് കാട്ടിത്തരാം. ആദ്യം നമ്മൾ ടൂൾസ് ഒക്കെ കയ്യിൽ നിന്ന് ഒഴിവാക്കണം. മോതിരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതിൽ പിന്നെ നാശമായി കഴിഞ്ഞാൽ വെറുതെ ഉണ്ടോ പൊന്നോ ഇരിക്കാനൊന്നും ബെജ്ജ ജിമ്മിന് കിട്ടും മാമ. ഞാൻ പറയുമ്പോ മണ്ണെണ്ണല്ല എണ്ണ അങ്ങനെ ആക്കണ്ട അമ്മ. ആദ്യം കുറച്ച് എണ്ണ ആക്കണ്ടേ മമ്മ? ഉണ്ടോ എണ്ണ ഉണ്ടോ? എല്ലുണ്ട്. ഇതെന്തിനാ നമ്മൾ തേക്കണ വെച്ച് കഴിഞ്ഞാല് കയ്യുമ്മ ഒട്ടിപ്പിടിക്കാക്കാൻ വേണ്ടിട്ട്. ആ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒരു ടേസ്റ്റിന് പറഞ്ഞു എന്നുള്ളൂ. എന്നാ കുറച്ച് കൂടി പോയോ? ബാക്കി തലി തേച്ചളാ. ഇപ്പൊ തേക്കോ വേണ്ടട്ടോ. ആ എല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മമാക്ക്. ഒന്നര നോക്കല്ലേ മതിയോ? നമ്മത് കൈമക്കാക്കണ്ട. ബാക്കി നിന്റെ കൈമക്ക നാലുണ്ട്. കുഴപ്പമില്ല, വൗക്കിക്കോട്ടെ. വളഞ്ഞ് കൊട്ടി പിടിച്ചാല ടൈം നമ്മൾ കൊടുക്കരുത് കേട്ടോ. ഇനി എങ്ങനെ ഇതാക്കല് വന്നു കഴിഞ്ഞാ പൊന്നു പടിഞ്ഞ് നോക്കടാ. ഇല്ലേ വെക്കണില്ലേ? ചക്ക കൂട്ടാനാ ഉണ്ടാക്കണം. ഉമ്മ എന്താ ഉണ്ടാക്കണാവോ? അല്ല നീളത്തിൽ മുറിച്ച് ആ അത് ചെറുതാക്കി അരിയാടാ. നീളത്തിലരിഞ്ഞാലല്ലേ ചക്ക കൂട്ടാനാവുള്ളൂ. എങ്ങനെയാ? ആ അപ്പൊ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അരി ഋതുല്ലേ? ഋതു അല്ല കൂട്ടാൻ വേണ്ടി നമുക്ക് തിരിപ്പിച്ചാലേ 2-3 തിന്നൂല്ലേ ജി? ആയിക്കോട്ടെ എന്നാ തിന്നാൻ അല്ലെങ്കിൽ ഓനെ നല്ല പൊരിച്ചെടുക്കാം. അത് നോക്കാൻ എന്തായാലും. ആ രാത്രിയല്ലേ ഞാൻ കൊണ്ടേക്കോട്ടെ. കൊണ്ടേക്കും വേണം. എന്നാ പരിപാടി എനിക്ക് കളിക്കാം. വർത്താനം പറഞ്ഞത് ഇപ്പോഴൊന്നും തീരൂല അപ്പൊ അല്ലേ ഗൈസ്? ചെക്കന് മദ്രസ പോകാൻ മടിയോണ്ട് ഇനി ചെക്കനെ പെരിയിലാക്കി കൊടുക്കണം രാത്രി. എന്നിട്ട് ചെക്കനെ രാവിലെ കൊണ്ടുവരണം. അപ്പം മദ്രസ പോവാൻ ഇന്ന് രാവിലെ നീപ്പിച്ചു പോട്ടെ. കരാട്ടെ ക്ലാസ് കരാട്ട പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കയ്യട്ടേന്ന് ഓ പറഞ്ഞല്ലോ. കാണതേ ഉറക്ക വെച്ചിട്ട് പറഞ്ഞാണേ. അത് കട്ട് ചെയ്താണ്. നല്ല കരാട്ട. മോൾ ഭാഗം കട്ട് ചെയ്തേരി ഗൈസ്. ഞങ്ങളെല്ലാവരും കാര്യമായിട്ട് തന്നെ ഇറങ്ങിയിരിക്കണം. കാരണം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തീർക്കണം. എന്നാലേ നമുക്ക് കൂട്ടാനൊക്കെ വെക്കാൻ പറ്റുള്ളൂ. കാരണം പൈച്ചെടുക്കാൻ പറ്റല്ലേ. അത് ഇതായിരിക്കണോ? എത്ര കാലമായി ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ചക്ക കൂട്ടിയിട്ട്? ചക്ക കഴിഞ്ഞല്ലോ. കഴിഞ്ഞ കൊല്ലം എവിടുന്ന് കിട്ടീന്? നമ്മളെ വിലാമണ് ഇപ്പൊ നമ്മളെ വിലാമ മുറിച്ചിട്ട് 2-3 കൊല്ലം. എന്നിട്ട് പാടെ 3-4 കൊല്ലം ചക്ക പിലാവ് ഇപ്പോഴും അങ്ങനെ 2 ചക്ക ഉണ്ടായിക്കണ്. 2 ചക്ക ഉണ്ടായിക്കണേ നമ്മളെന്തിനാ പിന്നെ അവിടെ പോയിട്ട് ചക്ക കൊണ്ടുവന്നത്? ഇപ്പൊ മൂത്തിട്ടില്ല. അങ്ങനെ കഴിഞ്ഞാല് സമയൊക്കെ മൂത്തിക്കണ്. ഇക്കൊല്ലം ഒടുക്കാണ് നമ്മൾ ഈ ചെറിയ ചക്കമരം ആക്കണപ്പുറത്ത് അതിമ കഴിഞ്ഞല്ലോ. അതിന്റെ മുന്നത്തെ കൊല്ലൊക്കെ ഉണ്ടായിക്കണ ചക്ക. ആണോ? ഞാൻ വിചാരിച്ചു നമ്മളൊരു വലിയ ചക്കമരം ഉണ്ടായിനല്ലോ. മുറിച്ച് കളഞ്ഞൊരു സാധനം അത് മുറിച്ചിട്ട് പിന്നെ പിലാമ ചക്ക ഉണ്ടായിക്കണം. അപ്പൊ മാങ്ങയുള്ളു തീരല്ല. കാട്ടണം വളഞ്ഞ് കളന്ന് കുളിച്ച് തീരല്ലാത്ത മാങ്ങയുള്ളു. ചക്കയൊക്കെ ഉണ്ടായിക്കണം. എടാ പൊട്ടങ്ങണാരാ ഇങ്ങനെ വെക്ക്. ഇഞ്ഞേ ഇത് വെട്ടി തരി. അല്ല അവിടെ വെച്ച് കൈപ്പാട് കിട്ടൂല. അതൊന്നും കുളിച്ചിട്ടില്ലല്ലോ.
ആരപ്പം അതിന് കുളിച്ചിക്കണേ? ഞാനും കുളിച്ചിട്ടില്ല. ഞാൻ ജിമ്മിന് പോയി കഴിഞ്ഞിട്ട് കുളിച്ചാൻ വേണ്ടിട്ടാ. രാത്രിയാ പോണേ. അത് കഴിഞ്ഞിട്ട് കുളിച്ചാൻ വേണ്ടിട്ടാ. ഇതൊക്കെ അമ്മാക്കൂല്ലേ അമ്മ? അമ്മക്കില്ലേ പണിയാണത്? ഇതാക്കുകയൊക്കെ ചെയ്തു. പിന്നെ വെട്ടാൻ ഇവിടെ സൗകര്യം കിട്ടണില്ല. ഇനിയിപ്പോ 1 ഏക്കർ വാങ്ങി തരണോ വെട്ടാന്? 1 ഏക്കറല്ല വെച്ച് കജ്ജ് വന്നിട്ട് ഇത് വേറിട്ട് കിട്ടണ്ടേ? ഇനി ഉമ്മാക്കാണിരുന്നൂടെ? എങ്ങോട്ടാണ് നാണ് നീ ചോദിക്കാം. അത് നീ ചോദിക്കാ കൈപ്പാട്ടുന്ന്. അല്ലാതെ ഇത് വെട്ടിയെടുക്കണ്ടേ? ഇത് വെട്ടിയെടുക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ഈ കഴിച്ചാണെങ്കിൽ അടുത്തേ കജ്ജു തലയും കുട്ടി കെട്ടല്ലോ കേട്ടോ. ഇതിപ്പോ എത്ര പാടരയായാലും വേണ്ട ചക്കന്റെ പീറോണ്ടല്ല ഇപ്പൊ ഈ വെട്ടപ്പഴക്കാര് എത്ര 8 9 മണിയായോ? 9 മണി നാളെ. പഠിച്ചോനെ എന്നെ വലിച്ചിടല്ലേ? ഞാൻ ഉണ്ടാ ഇപ്പഴത്തേക്ക് വളഞ്ഞ് ചോട്ടി കൊഞ്ഞാറില്ല. ഇനി കറിതുവിനെ മേളത്തി കൂടെ കൊഞ്ഞാറില്ലേ? കേട്ടോ വെറുതെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാണെങ്കിൽ എടുത്തോളി. ജീവനിലൊക്കെ ഷൂളാക്കി എഴുതിക്കട്ടോ. അയിമ ഇരുന്ന് താഴെ പൊളിഞ്ഞാടുവേ. അമ്മ കൈ എടുക്കട്ടോ. പൊളിച്ചോളി. എടുക്കാനൊക്കെ സുഖമാണ്, എളുപ്പമുണ്ട്. പൊളിച്ചാൻ സുഖമുണ്ട്. അയിമ തന്നെ വലിച്ചെടുക്കാനാണല്ലേ ഗതിയത്? ഇല്ലേ, അതൊന്നും ഒക്കെ എളുപ്പമാണ് ഈ ചക്ക. എന്നാ ഗൈസ് നമുക്ക് ഈ സാധനം മെല്ലെ പൊളിച്ച് കഴിക്കാം, എന്നിട്ട് നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വളഞ്ഞിന്റെ അടി കൂടെ ആകെ ബെത്തപ്പാടാവൂല്ലേ അമ്മ? ആകെ വളഞ്ഞിയാണ്. എന്നാ വളഞ്ഞി കുറവാട്ടെ. നമ്മളെ വിലാന്റെ ചക്കന്റെ അത്ര വളഞ്ഞില്ല. ആണോ? നമ്മളിമ്മ നല്ല വളഞ്ഞാണ്. നല്ല വളഞ്ഞി. എന്തെങ്കിലും ഗൈസ് നമ്മൾ ഈ സാധനം ഒന്ന് ലെവലാക്കിയിട്ട് നമുക്ക് ബാക്കി ഇതാക്കാം. ഇത് അടച്ചിട്ടോ. അപ്പൊ അങ്ങനെ ചക്കരിയിലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചക്ക വേവിച്ചാൻ അടുപ്പത്ത് വെക്കാൻ തുടങ്ങി. കൂട്ടാൻ വെക്കാൻ തുടങ്ങി. ആരെയും കാട്ടുകയല്ല. ഇപ്പോഴൊക്കെ പൈസനുണ്ടോ? ചക്ക കൂട്ടാൻ കേട്ടോ. എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിക്ക്. എനിക്ക് അന്നെ മനസ്സിലാവണില്ല, സത്യം പറയും. എനിക്ക് അന്നെ ഒന്നും മനസ്സിലാവണില്ല. മദ്രസ് പൂട്ടി ചോദിച്ചു. മദ്രസ് പൂട്ടി. മദ്രസ് ഉമ്മമ്മ ചോദിച്ചു. മദ്രസ് എപ്പോഴാണ് എനിക്ക് പൂട്ടി ചോദിച്ചപ്പോ ഇല്ല, മദ്രസ് പൂട്ടിയില്ല. ചക്കക്കൂട്ടാൻ തിന്നു ചോദിച്ചു. ചക്കക്കൂട്ടാൻ തിന്നു. എനിക്ക് ഇഷ്ടമല്ല. അത് കുട്ടിയല്ലേ, ഓന് വറുത്തറാ ഇഷ്ടം. നാളെ വറുക്കാനാക്കണേ. അന്നെ മനസ്സിലാവണില്ല സത്യമായിട്ടും. അതിന് ഉറക്കം വന്നിക്കണ്, പൈച്ചും ചെയ്തിരിക്കണം. ഓൻ നേരത്തെ കിടക്കണേ. അതാണ് ഞങ്ങൾക്ക്. ഞാൻ എന്നും 12 മണിക്ക് 11 മണിക്കല്ലേ കിടക്കില്ല. അതൊരു എനിക്ക് എന്താ പരിപാടി? ഫ്രീ ഫയർ കളിച്ചു കൊടുത്തിരിക്കേ. ചക്ക അടുപ്പത്ത് വെക്കുക. അത് ഇതടാ മഴക്കല്ലേ, അപ്പൊ ഉണക്കാൻ വെക്കാൻ വേണ്ടി വെക്കണേ ഡ്രസ്സുകള്. വെക്കടി. നമ്മള് ചക്കക്കൂട്ടാൻ വെക്കാൻ വേണ്ടി പോകണേ. ചക്കക്കൂട്ടാൻ വെക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറുക. എന്നിട്ട് അതിനുള്ളിൽ വെള്ളം ഉണ്ടോ? വെള്ളം ഒഴിച്ചപ്പോഴേ തിളച്ച വെള്ളം അടുപ്പത്ത് വെച്ചേക്കണം വേഗം ആകാൻ. എന്നിട്ട് പിന്നെ നമ്മള് ലേശം കുറച്ച് അമ്മമാക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? ഉമ്മാക്കൊക്കെ അറിയും. ഉപ്പിട്ടോളിമ്മ പറയും. ഇനി മമ്മ ഉപ്പിടാ. ഇനി എന്നാമത്തെ എനിക്ക് ചിക്കൻ കറിയില് ഉപ്പ് കൂടുതലിട്ട് കൂടുതലിടരുതേ. ചിക്കൻ കറിയിലെ നെയ്ച്ചോറില് 1 സ്പൂൺ ഉപ്പ്. പാകം നോക്കിയിട്ടിടാം. ഉപ്പാണ് സാധനം. ഉപ്പാണ് കാണാം. 2 ടീസ്പൂൺ അല്ല, 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? നല്ല മിക്സ് ചെയ്യേ. വേണ്ട, അത് കുലിക്കാ മതി. വെള്ളം ഒഴിച്ചിട്ട് ഒരു കണ്ട് കാലിലോട്ടിലൊന്ന് ചാടിക്കണം. വെള്ളം ഒഴിച്ചട്ടെ. ഇനി വെള്ളം ഒഴിച്ചോ. കുത്തി ഇനി വെള്ളം ഒഴിച്ചോ. നിക്കേ കല്ല് പൊളിഞ്ഞാടും. അപ്പൊ നിക്കണ തല മുട്ടിയെ കണ്ടില്ലമ്മ. തലമുട്ടിയെ എടാ, ഇന്ന് രാവിലെയൊക്കെ മഴയില്ലേനോ? നിങ്ങളെ തടിയൊക്കെ ഉണങ്ങാൻ വേണ്ടിട്ട് ഇട്ടല്ലേ മഴ? ഇജ്ജ് പറഞ്ഞത് പിന്നെന്താ? ഞാനുണ്ട് ആ വെള്ളം. തിളച്ച വെള്ളം നമ്മള് നേരെ. ഇത് ഏകദേശം എത്ര ടൈം എടുക്കും അമ്മ? ഒരു 10-15 മിനിറ്റ് വരും. 10-15 മിനിറ്റ്. തിളച്ച വെള്ളം ഇല്ല, തിളച്ച വെള്ളം എളുപ്പമുണ്ട്. എത്ര മുക്കാ ഭാഗമാണത് അരഭാഗം വെള്ളമാണ് വേണ്ടിയേ? അങ്ങനത്തെ കണക്കൊന്നുമില്ല. പാകത്തിന് ഒഴിച്ചാൽ അതിന് അങ്ങനെ കണക്കൊന്നും പറയാൻ പറ്റില്ല. ശരിയായ ഗൈസ് ചക്ക കൂട്ടാൻ അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞി അതൊന്നും ആവൂല. നിങ്ങൾക്ക് ചക്ക കൂട്ടാനല്ലേ വേണ്ടിയത്? അല്ല ബാക്കി ചക്ക ഉണ്ടല്ലോ, ഇതെന്താ? അത് നാളെ ചക്ക പൊരിച്ചണ്ടേ? അപ്പൊ കേട്ടിയും പറഞ്ഞിട്ട്
ആരെ അറിഞ്ഞു അത് വെക്കാൻ വേണ്ടി അത് വെക്കാം എന്തിനാ ഉണ്ടാക്കണെന്ന് അറിയോ നാളെ രാവിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേടരും. എടാ മറ്റേതേ പൊട്ടിയതാണ്, ഇത് പൊട്ടിയത് ഇപ്പൊ നമ്മൾ മുറിച്ചതാണ്. അപ്പൊ അതിന്റെ പൊട്ടിയതായാലും അത് പൊളിഞ്ഞില്ലേ, അത് കേടില്ല. ഇല്ല, അത് മുറിച്ചാ മുറിയ കേട് വരൂല, ഒരു കേടും വരൂല. നിങ്ങൾക്ക് നാളെ ചക്കപ്പൊരിയല്ല വേണ്ടിയത്. ഇപ്പൊ വെജായിട്ടാണെങ്കിൽ ഞാൻ പരിഞ്ഞേച്ചിന്. അപ്പൊ ഇത് നാളെ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല, അത് ചക്കപ്പൊരി ആവണേക്കാരം. നമ്മൾ ഈ വീഡിയോയിൽ അണ്ണനെ കാണിച്ചു കൊടുത്തില്ലല്ലോ. നമ്മളെ ചെറുക്കം കടന്ന് ഉറങ്ങാണ് കേട്ടോ, അതാണ് നമ്മൾ കാണിച്ചു തരാത്തത്. ഉറങ്ങിക്കോട്ടെ ചെറുക്കം. പിന്നെ അതിനങ്ങനെ വീഡിയോസിൽ നമ്മൾ ഏത് നേരം കാണിക്കണില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിമു ചത്ത അറിയണത് നമ്മൾ വീഡിയോസിൽ കാട്ടിയിട്ടാന്നൊക്കെ. അങ്ങനെ എപ്പോഴും കാട്ടണ്ട, എപ്പോഴേലൊക്കെ കാട്ടിയാ പോരെ. അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊന്നുമില്ലല്ലോ, നമ്മളിപ്പോ ഇന്നൊക്കെ ഡെയിലി യൂട്യൂബിൽ വീഡിയോസിൽ കാട്ടണില്ലേ, നിൽക്കണില്ലേ. കണ്ണേർ തട്ടിക്കഴിഞ്ഞാ അതൊരു കണ്ണേറിന് തന്നെയാണ് അല്ലേ. അവിടെ തല്ലി കൊറേ മുടിയുണ്ട്. ചൊറിയോ? എന്ത് ചോള? ചക്കച്ചോള തലമുകട് തേമ്പിജി ചക്ക വളഞ്ഞാക്കിയോ? ഞാൻ പറഞ്ഞാണ് ഇരിക്ക അവന്റെ ബെഡ് മായിക്ക് അതിൽ കിടക്കണ ചക്കച്ചോളയില്. പശു ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പശുവിന് തിന്നാൻ കൊടുക്കാൻ. ഇതുകൊണ്ട് വേറെ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അമ്മ. ഈ വളഞ്ഞോണ്ട് ഇതുമായിട്ട് മടിലേറ്റ് ഇതുകൊണ്ട് ഇപ്പൊ ഇത് നമ്മളാർക്കും ഉപകാരമില്ലല്ലോ. ഉപകാരം ഇപ്പൊ നമുക്ക് പശുവിന് കൊടുത്തൂടെ? കൊണ്ടേ കൊടുത്താല് തിന്നു. ചേച്ചിന്റെ കൂടെ പശു ഇല്ലേ, കുറച്ച് പാല് ചോദിച്ചാൽ മതി അണ്ണാന് കൊടുക്കാൻ. ഇത് കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ടില്ല, പാല് ചോദിച്ചാൽ മതി. 500 പാലിന് ഇപ്പൊ 30 ഉറുപ്പ്യാണ്, 1 ലിറ്റർ പാലിന് 60 ഉറുപ്പ്യ. ഇപ്പൊ ഇതിന് എന്തിനാ വില ഇല്ലാത്തത്? ഇത് ചാക്കിലാക്കി ഞങ്ങൾ കൊണ്ടു കൊടുക്കോ? അങ്ങനെ കൊണ്ടു കൊടുക്കാം. അത് പൊടി നാളെ രാവിലെ നമുക്ക് ഈ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോയി കൊടുക്കാം. അതിന്റെ ഇപ്പം കറി എന്താണ്? മീൻ കറിയോ? ഇതോ വളഞ്ഞ് കാൽമുട്ട് അതിനെ കൊണ്ട് പറ്റണ ഇജും ചെയ്യട്ടോ. എന്ത് അതിനെ കൊണ്ട് പറ്റണ ഇജും ചെയ്യാറുണ്ട്. പോവാൻ വണ്ടി എവിടേക്കാ പോയേ? ടൈം എത്രയായി നോക്കാൻ പോയതോ? ചെറുക്കനെ കൊണ്ട് കഴിച്ച് ഞാൻ കുടുങ്ങിക്കണേ. ഓനക്കൊന്ന് മൂത്രം ഒഴിച്ചാൻ പോവാണെങ്കിൽ ഓറ്റപ്പം പോയി കൊടുക്കണം. രാത്രി മുണ്ടി പോയത് രാവിലെ ജിനി കൊണ്ട് പോയിട്ടില്ല. മൂത്രം ഒഴിച്ചാൻ പോയി കൊടുത്താൽ മാത്രം പോരെ ഗൈസ്, ഓന്റെ എടുത്ത് നിക്കണം. അറിയോ? ഒന്ന് കറി കൂട്ട, ഒന്ന് ചക്ക കരിയേപ്പിന്റെ മഴ പെയ്യണോ നോക്കിക്കോടി. ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്തു, രാവിലെ ഒരു 7 മണിക്ക്. പിന്നെ അപ്പത്തിന് നിന്നു. ചക്കക്കുരു ഗൈസ്. അങ്ങനെ നമ്മുടെ പൂളക്കൂട്ടാനൊക്കെ അവിടെ റെഡി ആയിക്കണേ. സോറി ഗൈസ്, ചക്കക്കൂട്ടാൻ അവിടെ റെഡി ആയിക്കണേ. അപ്പൊ അനി ഇവിടുന്ന് പോയി, കാരണം ഓനക്ക് 10 മണിക്കാണ് ജിമ്മ്. അപ്പൊ ഓന് 9:30 ഗൈസ് ഓം ഇന്നി ഇവിടുന്ന്. ഓനക്ക് ഫുഡൊന്നും വേണ്ട പറഞ്ഞിട്ട് ഓം ഇന്നി ജിമ്മ് പോകണം പറഞ്ഞിട്ട് ഓൻ പോയിക്കണേ. കൂടി അടുപ്പത്ത് വെക്കാനായിട്ട് ഞാൻ പോവുകയാണ്. കുറച്ച് നേരം പോകുന്നിട്ട് ഓൻ പോയി. 1/2 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഗൈസ്. 10:30ക്കാണ് ജിമ്മ് ക്ലോസ് ചെയ്യുക. 1/2 മണിക്കൂറിന് വേണ്ടി ഓൻ പോയിക്കണേ. ഇപ്പൊ ഗൈസ് ഓൻ വരട്ടെ. ഓൻ വന്നിട്ട് വന്നോ നമ്മളിപ്പോ തിന്ന് നീ എടുത്തിട്ട് അങ്ങോട്ട് വെക്കാൻ മാത്രമല്ലേ ഉള്ളൂ. ഇതോ എന്താ പറ, എങ്ങനെയുണ്ട് ചക്കക്കൂട്ട? കണ്ടിട്ട് എന്താ മട്ടം? ചക്കക്കൂട്ട കണ്ടിട്ട് എന്താ മഞ്ഞ കളറുണ്ട്. മഞ്ഞ കളറുണ്ട്. ആ ചൂടുണ്ട്, മാറിക്കറിയോ? അപ്പൊ ഗൈസ് നമ്മൾ ഇനി ചക്കക്കൂട്ടാൻ തിന്നാൻ പോവുകയാണ് അല്ലേ. ചക്കക്കൂട്ടാന് ഗൈസ് നമ്മളൊരു കാര്യം പറയാനാണ് ഗൈസ്. ഒരു വർഷം നമ്മൾ ചക്കക്കൂട്ടാന് വേണ്ടി ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അല്ലേ. അപ്പൊ ആ ഒരു കഷ്ടപ്പാടിന്റെ ബലം തന്നെയാണ് പറയല്ലേ. നമ്മൾ ഇത്ര നേരത്തെ ഒരു എന്താ പറയാ, ഒരു അധ്വാനത്തിന്റെ ചക്കക്കൂട്ടാൻ. അധ്വാനത്തിന്റെ ചക്കക്കൂട്ടാൻ. എന്ത് തേങ്ങയുടെ പറയുന്നേ? അധ്വാനത്തിന് ചക്കക്കൂട്ടാന്
ഓൻ എന്തേലും ഗൈസ് ചക്കക്കൂട്ടാൻ തിന്ന് നോക്കിയിട്ടില്ല കേട്ടോ. തിന്നിക്കണേ പക്ഷെ ഓനക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. നിമ്മമാരുടെ ചക്കക്കൂട്ടാൻ ഓനക്ക് പറ്റിക്കണമെന്ന് അറിയില്ല. ഓനെ ചക്ക കൂട്ടാനല്ല ഇഷ്ടം, ചക്ക വറുത്തത്. അത് നാളെ ഞാൻ ഓന് വറുത്ത് കൊടുക്കും. അത് നല്ല ചൂടുണ്ടാവും കേട്ടോ. ചൂടുണ്ട് കുട്ടിയെ. ആവി വരുന്ന ടൈമെന്ന്. മീൻകറി ആയോ ഗൈസ്? നമുക്ക് മീൻകറി ആയോ നോക്കാം. എന്നാലും മീൻകറിയും ചക്കക്കൂട്ടാനാണ് ഇതിനിപ്പം രസം. മീൻകറി ആയമ്മ പിന്നെ ചൂടുണ്ടോ? രണ്ടും ചൂടാ. ചൂടാണ്. രസം ചോറ് കൊടുക്കുക. ആർക്ക്? കുട്ടിക്ക് കൊടുക്കണ്ടേ? ആ ഓനക്ക് കാണുന്നുണ്ട് ഗൈസ്. ചക്കക്കൂട്ടാൻ കൂട്ടുമെന്ന് അറിയില്ല. പിന്നെ അവിടെ പിടിച്ചിരുത്തിക്കന്നെ. എടാ ചക്കക്കൂടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചോറുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് എങ്ങനെ അടിപൊളിന്നാ രസണ്ടാ? ആ ബാ അമ്മ ഞാൻ അങ്ങോട്ട് ഇരിക്കാം. ആർക്ക് പൊരിച്ച മീനോ? പൊരിച്ച മീനും ചക്ക കൂട്ടാനോ? അല്ല കുട്ടിക്ക് ചോറ് മീനുവേ. അല്ല ഓത് തിന്നുന്നുണ്ട്. അല്ല മീൻ ചാടാ എന്നാ മതിനെ. മീൻ ഇതിപ്പോ ചാടും. ഇതൊന്ന് പിടിച്ചാ ഇപ്പൊ ചാടും. അല്ല നല്ല ചൂടുണ്ട്. എന്നാ ഒഴിച്ച് തിന്നോ. ഇമ്മ ഓനക്ക് ചോറ് വേണ്ടെന്നാ വെറുതെ എടുക്കണ്ട. ഈ കുട്ടിയാണ് പറഞ്ഞിട്ട് എന്താ ഓനക്ക് ചോറ് വേണ്ടെന്ന് പറയുന്നേ. ആ എനിക്ക് വേണ്ടട്ടോ ചോറൊന്നും. ചക്കക്കൂട്ടാണ്ട് ഗൈസ്. നമുക്ക് ചക്കക്കൂട്ടാണ്ടാവുമ്പോ ചോറ് ഇറങ്ങൂല. ഇതാണ് ഗൈസ് പൊരിച്ച മീന് നട്ടി വെച്ചത്. നട്ടി നട്ടി പോയി. നീ രണ്ടാമത് ഒരു വരവ് ഇങ്ങോട്ട് വരട്ടില്ല. ഇങ്ങോട്ട് വരി. എനിക്കറിയാം ഇവിടെ മുട്ടി തിരിഞ്ഞ് നിക്കുന്നേ. ഇല്ല ഞാൻ വെള്ളം എടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഫ്രിഡ്ജിലാണ്. ഇച്ച പറ്റൂല. നമുക്ക് ഗൈസ് വേറെ സ്പെഷ്യൽ വെള്ളമാണ്. ഇപ്പൊ ഗൈസ് നമ്മള് തത്തമ്മക്ക് പാല് കൊടുത്ത്, തത്തമ്മക്കല്ല ഗൈസ് അണ്ണാൻകുട്ടിക്ക് പാല് കൊടുത്ത് ചെക്കനെ കടത്തി ഉറക്കിക്കണം അവിടെ. വെള്ളം എടുത്തിട്ട് പോയി. എന്താണ് മത്തി മീനൊന്നും തിന്നൂലേ? ഓ മത്തി തിന്നൂല. ഓ മത്തി തിന്നുവല്ലോ. ഇല്ല മത്തി തിന്നൂല. പിന്നെ മുള്ളുന്നില്ല പേടിക്കാം. അത് തിന്നു. അത് നോക്കി നോക്കട്ടെ. ആ നോക്കി തിന്നോക്ക്. തിന്നോക്ക്. രസമില്ല ഗൈസ്. ഓനക്ക് മത്തി ഇഷ്ടല്ല. ഓനപ്പോ തന്നെ പറഞ്ഞേച്ചാളാ. ഇവിടെ മത്തിയുള്ളൂ. ഇവിടെ മത്തിയൊക്കെ കൂട്ടണം. അറിയോ പൂച്ചാളെ വരെ മത്തി തിന്നുന്നുണ്ട്. എനക്ക് മത്തി തിന്നാൻ പറ്റായി. പക്ഷെ ഇന്ന് അയിലമീൻ ഉണ്ടായിരുന്നല്ലോ. അയിലമീൻ കൂട്ടീനോ? അത് ഇഷ്ടമാണോ? ആ കിളിമീന് രാത്രിയില് മത്തി. അങ്ങനെ ഗൈസ് നമ്മുടെ കുറെ നേരത്തെ ഏകദേശം എത്ര മണിക്കമ്മ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്? നമ്മള് 5 മണിയായില്ലേ? ആ 5 മണിക്കത്തെ കഷ്ടപ്പാടാണ് ഗൈസ് നമ്മൾ ഈ മേശമേ ഇരിക്കണത് അല്ലേ? ഇപ്പൊ സമയത്തെ 9 മണിയോ? 9 മണി നാളെ. എവിടെ ഇപ്പൊ ഗൈസ് 10:15. ചക്ക തിന്നാനല്ലോ. ഗൈസ് നമ്മൾ തിന്നു നോക്കട്ടെ. ഒരു കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഗൈസ് ചക്ക കൂട്ടാൻ തിന്നണപ്പോ. ചക്ക കൂട്ടാൻ ഇഷ്ടപ്പെട്ട എനിക്ക്? ചക്ക ആദ്യമായിട്ടാണ് ചക്ക തിന്നണ്. ഓൻ വറുത്തേ തിന്നുള്ളൂ. ഞാൻ ചക്ക കൂട്ടാൻ കൂട്ടൂലാണ്. തിന്നാനിമ്മ നോക്കട്ടെ. എന്തേ നല്ല രസം. ഇത് നാളേക്ക് പാട്ടൊക്കെ ആണെങ്കിൽ നാളെ പൈറ്റീന്. അപ്പൊ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും. പൊട്ടി പൊളിഞ്ഞോണ്ട് പറ്റൂല, കേടാവും. എങ്ങനെ? എന്ത് പുഡിങ് പോലെയാണ്. എന്ത് പുഡിങ്? പുഡിങ് എന്താ സാധനം? തിന്നിട്ടില്ല. ഇത് ഉണ്ടാക്കാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറ. ചക്ക കിട്ടാത്തപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചക്ക എവിടുന്നേലും വാങ്ങിയിട്ട് ഉപയോഗിച്ച് തിന്നിട്ടോ. നല്ലതാണ്. എന്താ നല്ലത്? ചക്ക ആർക്ക് നല്ലത്? നമ്മുടെ ശരീരത്തിന് ചക്ക നല്ലതാണോ? അതെന്താന്ന് ചോദിച്ചപ്പോ നമുക്കറിയില്ല. നമുക്ക് ചക്ക എല്ലാവരും ചക്ക തിന്നാത്തവരാരും ഇല്ല. വലിയ കാര്യം ചക്ക. ചക്ക, മീന്, അല്ല മാങ്ങ ഒക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആർക്കും. അപ്പോൾ ആരെയും തിന്നാണ്ടെങ്കിൽ വെച്ച് തിന്നോക്കി നല്ല രസമുണ്ട് ചക്ക. ഇമ്മക്ക് എന്താ പറയാനുള്ളത് ചക്കനെ പറ്റി? ചക്കനെ പറ്റി 2 വാക്ക്. ഗൾഫിലുള്ളവർക്കൊക്കെ വല്ലാതെ മിസ് ചെയ്യും. ഇമ്മ എങ്ങോട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ഗൾഫിൽ പോണത്? ഇവിടെ നിക്ക്. പറഞ്ഞു പറയും. ഇവിടെ ഇപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് ഈ കൊല്ലത്ത് ചക്ക കാര്യം അറിയണേ. നമുക്ക് ചക്ക ചക്ക കൂട്ടാനൊക്കെ ചക്ക നമുക്ക് കൂട്ടാൻ. യുദ്ധമൊക്കെ അല്ലേ? അപ്പൊ നാട്ടിക്ക് വരാനിട്ട് വെജേനും
ചക്ക കജ്ജു ആവോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ആണോ? പിന്നെ ചക്കി മാങ്ങി എത്ര ആൾക്കാർക്ക് പഞ്ച കുട്ടിക്കൊക്കെ കണ്ടം ചക്ക വെച്ചെങ്കിൽ എന്തോ ഒരു പൂതിയാണ്. അതേമാതിരി തന്നെ എത്ര ആൾക്കാർ. ഋതുവിന് എന്താ ചക്കനെ കുറിച്ച് 2 വാക്ക് പറയാനുള്ളത്? ചക്കനെ കുറച്ചോ ചക്ക മരത്തുനിന്ന് കുറച്ചിടുന്നത്. എന്തേ എന്തേ ചക്ക മരത്തുനിന്ന് കുറച്ചിടുന്നത്. അതന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ് ഗൈസ്. അനുല്ല ആ മൊയന്തം ഗൈസ് ജിമ്മിന് പോകണം പറഞ്ഞ മണ്ടി. നല്ലത് ഒരുക്കാനൊക്കെ കൂടിയുണ്ടോ? അതല്ല തിന്നാണ്ടായില്ലല്ലോ. എന്നാ അവിടെ ഉണ്ട് ഓൻ വന്നിട്ട് ചക്ക കൂട്ടാനൊന്നും വല്ലാതെ താല്പര്യമില്ല. ചക്കക്കൂട്ടൻ കഴിച്ചു നടക്കാണ് ചക്കയും പോളൊക്കെ. അവന് അതിനോട് വലിയ താല്പര്യം. പൈത്താണെങ്കിൽ തോന്നും ചക്ക കപ്പ വറുത്തത്. അല്ലേ ഗൈസ് ജിമ്മ് പോണ കാര്യമായിട്ടാ തോന്നുന്നുണ്ട്. ഞാൻ പറയാൻ പറ്റൂല എത്ര ദിവസം ഉണ്ടാവാ അല്ലേ. കാലൊക്കെ വേദന അറിയുന്നുണ്ട്. ഇന്ന് രാവിലെ പോണം. അന്ന് മഴയിട്ടേ പോകാൻ പറ്റിയില്ല. ഞാൻ ഗൈസ് ജിമ്മ് പോക്ക് നിർത്തി. ഇപ്പൊ പെരീന്ന വർക്കൗട്ട്. വർക്കൗട്ട് ചെയ്യണ്ടേ? ഉമ്മ മാസം 12,000 റുപ്യ കൊണ്ടേ കൊടുക്കണ്ടേ? നമുക്ക് വർക്കൗട്ട് ചെയ്യണ്ടേ? നമുക്ക് ചെയ്യണേ. ഇതെന്ത് വന്നിട്ട് ഇതിന് ഇന്നലെ എന്തൊക്കെയാ കടിച്ചത്? ആടി മാടടാ അതിനെല്ലാം തന്നെ ആരോഗ്യം. ഞാൻ ഇതിനൊന്ന് തുള്ളി ഇറച്ചിയൊക്കെ കട്ട് വെച്ചിട്ടാ ഞാൻ ഇതിനെ കൊണ്ട് നിർത്തി. എന്നിട്ട് എന്റെ തിന്നൊന്ന് തടിച്ച് നന്നാകട്ടെ വെച്ചുകൊണ്ട് അപ്പൊ അതിനെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിച്ച അതിനെ കൊണ്ട് ജിമ്മ് ഇടിപ്പിച്ചു. ഇന്നലെ എന്തൊക്കെയാ കടിക്കാറുണ്ട്. മാണ്ട ഞാൻ തടിയൊക്കെ ഒന്ന് നന്നായി ഉണ്ടായിട്ട് മതി.